എല്ലാം ക്ലോസ് ചെയ്ത് വൈശാഖ് ലാപ്പ് അടച്ചു വെച്ച് ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് ക്യാബിന്റെ ഡോർ തുറന്ന് പെട്ടെന്ന് എബി അകത്തേക്ക് കയറി വന്നത്. പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും എബിയാണെന്ന് മനസ്സിലായപ്പോൾ ചിരിയോടെ വൈശാഖ് ലാപ്പ് തന്റെ ബാഗിലേക്ക് വെച്ച് ബാഗിന്റെ സിബ് വലിച്ചിട്ടു. "നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്?" ടേബിളിൽ 2 കൈ ഊന്നി തന്നെ ഉറ്റുനോക്കുന്നവനോട് വൈശാഖ് ചോദിച്ചു. "ആരാ ഈ വൈഗ?" "ആരാ? വൈഗയോ? അതാരാ?" പതർച്ചയോടെ എബിയിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ട് വൈശാഖ് ചോദിച്ചു. "ഈ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് വൈശാഖേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിച്ചേനെ. ഇപ്പോൾ എനിക്ക് ഉറപ്പാ, വൈഗ എന്നൊരാളെ വൈശാഖേട്ടൻ അറിയാം." "ശരിയാ, വൈഗ ഇവിടെ മുന്നേ ജോലി ചെയ്തിരുന്ന കുട്ടിയാ. ഞാൻ മറന്നതാ. വിവാഹം കഴിഞ്ഞപ്പോൾ നിർത്തിപ്പോയി. ഇപ്പോൾ കുറെ ആയില്ലേ വന്നിട്ട്. ഞാൻ വിട്ടുപോയതാ. വൈശാഖേട്ടന്റെ ഈ സ്ഥാപനത്തിൽ എത്ര സ്റ്റാഫുകൾ വന്നു പോയാലും വൈശാഖേട്ടൻ ആരെ മറന്നാലും വൈഗയെ മറക്കാൻ സാധ്യതയില്ല. കാരണം എൻ്റെ ചായന്റെ എല്ലാ രഹസ്യങ്ങളും വൈശാഖേട്ടൻ അറിയാം." എബി, വൈശാഖേട്ടൻ അറിയാത്ത ആ വൈഗയുണ്ടല്ലോ, ഇപ്പോൾ പാലക്കുന്നൽ തറവാട്ടിൽ അലക്സ് സാമുവലിനൊപ്പം ഉണ്ട്. പറഞ്ഞിട്ടവൻ ഡോറിനരികിലെത്തിയപ്പോൾ വൈശാഖ് പിന്നിൽ നിന്നും വിളിച്ചുകൊണ്ട് എബിക്കരികിലേക്ക് വന്നു. "നീ എന്താ പറഞ്ഞത്? വൈഗ അവൾ സമ്മതിച്ചോ?" വൈശാഖിന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി എബി തല വിലങ്ങനെ അനക്കി. "വൈഗ അവള് സമ്മതിച്ചു," വൈശാഖ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. "നിനക്കറിയാമോ എബി, വൈഗ അവൾ നിന്റെ ഇച്ഛായന്റെ പ്രണയമാണ്, അവന്റെ ജീവനാണ്." വൈശാഖ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എബിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വൈഗ വൈശാഖേട്ടന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇച്ഛായനുമായി നേരത്തെ പരിചയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എത്രയോ തവണ അലക്സ് അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതാ. പക്ഷെ വൈഗ, അവൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെയല്ലേ ജെനിയുമായുള്ള വിവാഹവും അതിന്റെ പിന്നാലെയുള്ള പ്രശ്നങ്ങളും. വീണ്ടും അലക്സ് അവളിലേക്ക് അടുക്കാൻ ശ്രമിച്ചതാ. ഭാര്യയെ കൊന്നവനെന്ന പേരുദോഷവും. വൈഗയ്ക്ക് ഭയമായിരുന്നു. പക്ഷേ അലക്സിന്റെ ഉള്ളിൽ അവള് മാത്രമേ ഉള്ളൂ. ഭ്രാന്തമായി അവൻ അവളെ പ്രണയിച്ചു. ഒരിക്കൽ ഇവിടെ വെച്ച് അവളെ ചൂഴ്ന്നു നോക്കിയ ഒരുത്തനെ ഈ ക്യാബിനിൽ കൊണ്ടുവന്നിട്ട് പൊതിരെ തല്ലി. മഹേഷിന്റെ തിരോധാനത്തിന് പിന്നിലും നിന്റെ ഇച്ഛായനാകും. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാ." എബി ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചു കൂട്ടിയിരുന്നതും. പക്ഷേ മഹേഷിന്റെ കാര്യം, അതിന്റെ ഞെട്ടലുണ്ടായിരുന്നവനിൽ. ഒന്നും മിണ്ടാതെ എബി പോകുമ്പോൾ വൈശാഖ് അലക്സിന്റെ നമ്പറിലേക്ക് കോൾ കൊടുത്തുകൊണ്ട് തന്റെ ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി. "ഹലോ ഡാ, എബി വന്നിരുന്നല്ലേ?" കൗച്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അലക്സ് ചോദിച്ചു. തെല്ലൊരത്ഭുതത്തോടെ വൈശാഖ് മൂളി. "വൈഗ നിനക്കൊപ്പം ഉണ്ടോടാ?" "എടാ ഞാൻ പിന്നെ വിളിക്കാം." "എടാ അല്ല." വൈശാഖ് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അലക്സ് കോൾ കട്ടാക്കി. വൈഗ കുളി കഴിഞ്ഞ് അല്പം മടിയോടെ അവൻ തന്ന ഡ്രസ് ധരിച്ചു. താൻ ധരിക്കാറുള്ളത് പോലത്തെ തന്നെ ഒരു സാദാ ചുരിദാർ, തന്റെ കറക്റ്റ് അളവും. പുറത്തേക്കിറങ്ങാൻ മടി തോന്നി. ഇറങ്ങിയില്ലേൽ അവൻ വന്ന് ബഹളം വയ്ക്കുമോ എന്ന ഭയവും. ഡോർ തുറന്ന് ഉടുത്തുമാറിയതും കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ഇറങ്ങി വരുമ്പോൾ റൂമിൽ അലക്സ് ഇല്ല എന്ന ആശ്വാസത്തിൽ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. "എന്നെ റൂമിൽ കാണാത്തതിന്റെ ആശ്വാസമാണോ? ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടാതെ അതേ നിൽപ്പിൽ മിഴികൾ മാത്രം പിടപ്പോടെ ശബ്ദം കേട്ടിടത്തേക്ക് അവൾ ചലിപ്പിച്ചു. ബാൽക്കണി ഡോറിൽ ചാരി നിൽക്കുവാണ്. "കഴുകാനുള്ളത് ആ ബാസ്ക്കറ്റിലിട്ടേക്കെ." അലക്സ് ചൂണ്ടിയ ഭാഗത്തെ ബാസ്ക്കറ്റിലേക്ക് വേഗം കൊണ്ടിട്ടു. പിന്നെ അവിടെയായി നിൽപ്പ്. തൊട്ടു പിന്നിൽ അവന്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചു. തലയിലിരുന്ന ടവൽ വലിച്ചൂരിയെടുത്ത് തലയിൽ അവന്റെ വിരലുകൾ സ്പർശിച്ച നിമിഷം മുന്നിലേക്ക് 2 അടി വെച്ചു. "വേദനയുണ്ടോ?" സ്റ്റിച്ചെടുത്ത മുറിവിലൂടെ പതിയെ തലോടിക്കൊണ്ടവൻ ചോദിച്ചു. "പിന്നെ?" ഇരു ഷോൾഡറിലും കൈ ചേർത്ത് കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചവൻ ചേർന്ന് നിന്നപ്പോൾ പലതവണ വൈഗ ഉമിനീരിറക്കി. അവളുടെ ഇരു ഷോൾഡറിൽ നിന്നും താഴേക്ക് അവന്റെ വിരലുകൾ സഞ്ചരിച്ചു. അവളുടെ കൈത്തണ്ടയിൽ വിശ്രമിച്ചു. വിറയ്ക്കുന്ന അവളുടെ ശരീരത്തെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. "നിന്നെ ഞാൻ
എത്രത്തോളം സ്നേഹിക്കുന്നു എന്നറിയാമോ വൈക? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? ഏ പേടിയാണോ? കാതിൽ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അവന്റെ ശബ്ദം. പറയ് വൈക, പേടിയാന്നോ കൊച്ചെ നിനക്ക്? അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അടഞ്ഞിരിക്കുന്ന അവളുടെ മിഴികൾ കാണെ ചിരി വന്നു. എന്നെ കാണാതിരിക്കാനാണോ ഇങ്ങനെ മിഴികൾ പൂട്ടുന്നത്? അവളുടെ വിറയ്ക്കുന്ന തോളികളിൽ അലക്സ് പതുക്കെ കൈകൾ വെച്ചു. വൈകിയുടെ ശ്വാസഗതി വേഗത്തിലായി. ആ അടഞ്ഞ മിഴികൾക്കുള്ളിൽ ഒരു കടലിരമ്പുന്നത് അവനറിഞ്ഞു. പറയ് വൈക, നിനക്കെന്നെ അത്രയ്ക്ക് പേടിയാണോ? അവന്റെ ശബ്ദം അവളുടെ കാതോരം ഒരു മർമ്മരമായി പെയ്തിറങ്ങി. തോളിലിരുന്ന അവന്റെ കൈ അവൾ തോള് ചരിച്ചെടുത്ത് മാറ്റാൻ നോക്കി. അലക്സിന് ചിരി വന്നു. എബി പലതവണ വിളിച്ചിട്ടും ബാബ ഫോൺ എടുത്തില്ല. എബി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. സാറിന് എന്താ വേണ്ടത്? ബാബ ദേഷ്യത്തോടെ ചോദിച്ചു. ബാബയെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇച്ചായൻ. ബാബ കോൾ കട്ടാക്കി. പിന്നെ വിളിച്ചപ്പോൾ കോൾ ബിസിയാണ്. ഛേ, ഡോക്ടർ, എനിക്കെൻ്റെ അനുജത്തിമാരെ കാണണം. എനിക്കൊപ്പം ജീവിച്ചോളാം എന്ന് നീ പറഞ്ഞതല്ലേ വൈക? ഡോക്ടർക്ക് എന്താ വേണ്ടത്? ഈ ശരീരമാണോ? എങ്കിലെടുത്തോ, എന്നിട്ട് എന്നെ വിട്ടേക്ക്. എനിക്ക് പോണം. എൻ്റെ വാവ, വേദു, എനിക്ക് അവരേ ഉള്ളൂ. താലി കെട്ടിയവന് വേണ്ടത് ഈ ശരീരം മാത്രമായിരുന്നു. അയാളുടെ അനിയനും. വേണ്ടുവോളം രണ്ടുപേരും കൊത്തിപ്പറിച്ചതാ. എൻ്റെ വേദന മാത്രം ആരും കണ്ടില്ല. ഡോക്ടറും അതിനല്ലേ എൻ്റെ പിന്നാലെ നടക്കുന്നത്. അതിനു വേണ്ടിയല്ലേ എന്നെ ഇങ്ങനെ. ഒന്നിനും കൊള്ളാത്ത ഈ ശരീരം എനിക്ക് പോലും ഇപ്പൊ വെറുപ്പാ. വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടവൾ മുഖം പൊത്തിപ്പിടിച്ചു. എനിക്ക് ഒരു ദിവസം പോരാ വൈക, ഈ ജീവിതകാലം മുഴുവൻ വേണം. തരുമോ നീ? അമർഷത്തോടെ അലക്സ് ചോദിച്ചു. എബിഡോർ തള്ളി തുറന്നകത്തേക്ക് വരുമ്പോൾ അലക്സ് വൈകക്കരിയിൽ തന്നെയുണ്ട്. വൈക നിന്ന് കരയുന്നുമുണ്ട്. ഇച്ചായ, വൈകയെ തിരികെ കൊണ്ടുവിട്. അപ്പനും അമ്മച്ചിയും വന്നു കഴിയുമ്പോൾ വെറുതെ ഒരു പ്രശ്നമാകും. അല്ല, ഞാൻ കൊണ്ടുവിടാം. വൈക വരൂ. എബിക്കെന്താ ഇവിടെ കാര്യം? ഇച്ചായ, ഇതൊന്നും ശരിയല്ല. എങ്കിൽ ഇച്ചായൻ വൈകയെ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിലോ? ഇച്ചായൻ കാണിക്കുന്ന ഈ വാശിയുടെയൊക്കെ അനുഭവിക്കുന്ന 3 ജീവനുകളാ. അതിനെ വിട്ടേക്കെ. എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടാൻ വരരുത്. എബിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അലക്സ് പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? അതേ ഭാവത്തോടെ തന്നെ അലക്സ് എബിയോട് ചോദിച്ചു. ഡോർ വലിച്ചടച്ച് എബി ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അപ്പോഴും അവൻ മുഖം തിരിച്ചൊന്ന് വാതിലിന് നേരെ നോക്കിയില്ല. വാ. കഴിക്കാനുള്ള പൊതിയെടുത്ത് വെച്ച് അലക്സ് വൈകിയെ വിളിച്ചു. എനിക്ക് വേണ്ട. അതിന് വൈകിക്ക് വേണോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ വന്നിരിക്കെ. കൈ കഴുകി വന്ന് അലക്സ് 2 പൊതിയും എടുത്തു വെച്ചു. വൈക കുനിഞ്ഞിരുന്ന് മുഖം തുടയ്ക്കുന്നുണ്ട്. അവളെ നോക്കിക്കൊണ്ട് തന്നെ പൊതി തുറന്നു വെച്ചവൻ. ദോശയാണ്. കറിയും ദോശയുടെ മുകളിലായി ഒഴിച്ചു. കഴിക്ക്. എല്ലാത്തിനും ആജ്ഞാഭാവമായിരുന്നവനിൽ. എനിക്ക് ഭാവയെ ഒന്ന് വിളിക്കണം. ഇപ്പോൾ കഴിക്ക്. ഇനി വെറുതെ ഇങ്ങനെ ഇരുന്ന് കരയാനാണെങ്കിൽ അതിനുള്ള ശിക്ഷയും വൈക വാങ്ങേണ്ടി വരും. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയരുത്. അത് വേണോ? തൻ്റെ മുഖത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചപ്പോൾ പിടപ്പോടെ വൈക മൂളി. മുഖം കുനിച്ചിരുന്നവൾ മുഴുവൻ കഴിച്ചു. ഇടയ്ക്കിടെ കണ്ണുകൾ തുടയ്ക്കുന്നുമുണ്ട്. ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നവൻ അവൾക്ക് മുന്നിലേക്ക് വെച്ചു. വെള്ളം പാതി കുടിച്ച് ഗ്ലാസ് തിരികെ വെച്ചു. അലക്സ് ബാക്കിയെടുത്ത് കുടിക്കുമ്പോൾ വല്ലായ്മയോടെ മുഖം ഉയർത്തി അവനെ വൈക നോക്കി. എന്താന്ന് അലക്സ് പുരുകി ഉയർത്തി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തിക്കളഞ്ഞു. 2 പേരുടെയും മുന്നിലിരുന്ന വേസ്റ്റും ചുരുട്ടിയെടുത്തവൻ പുറത്തേക്കിറങ്ങി. തിരികെ വന്ന് കൈ കഴുകി. കൈ കഴുക. ഞെട്ടലോടെ വേഗം എഴുന്നേറ്റവൾ കൈ കഴുകി വന്നു. കയ്യിലിരുന്ന ടവൽ കൊണ്ട് അവളുടെ കൈ പിടിച്ചു തുടച്ചു. ചുണ്ടിലെ വെള്ളം അവൻ തന്നെ ഒപ്പിക്കൊടുക്കുമ്പോൾ മുഖം തിരിക്കാൻ ശ്രമിച്ചവളുടെ താടിത്തുമ്പിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. അവന്റെ മിഴികൾ തൻ്റെ മുഖത്തൂടെ ഓടി നടക്കുന്നത് അറിയുന്നുണ്ടെങ്കിലും മറ്റെവിടേക്കോ നോട്ടം മാറ്റിക്കളഞ്ഞു. ദാ. മുന്നിലേക്ക് അവൻ ഫോൺ നീട്ടുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അവനെ നന്ദിയോടൊന്ന് നോക്കി. ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ അലക്സ് കൈ പിന്നിലേക്ക് വലിച്ചു. ഫോൺ തരാം, പക്ഷേ അതിനു മുന്നേ നമുക്കൊന്ന് കിസ് ചെയ്യാം.
യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നവനെക്കാണെ അവളുടെ മിഴിഞ്ഞ കണ്ണുകൾ ഇപ്പോൾ താഴെ വീഴുമെന്നായി. എനിക്ക് ഫോൺ വേണ്ട. അവൾക്ക് ദേഷ്യം തോന്നി. വേണേലും വേണ്ടേലും എനിക്കിപ്പോൾ കിസ് ചെയ്യണം. അവളുടെ അതിരങ്ങളിലേക്ക് തന്നെ നോക്കി ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടവൻ പറഞ്ഞു. വൈകിയുടെ മുഖം കൂർത്തു. ശരി, ഫോണ് തരാം. കോൾ ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു കിസ് തന്നാൽ മതി. എന്താ? വൈകി ഒരു നിമിഷം ആലോചിച്ചു. ഫോൺ തന്നാൽ വാവയെ വിളിക്കാം. വേദുവിൻ്റെ സുഖവിവരം അറിയാം. വൈക നേർമയായൊന്നു മൂളി. ലോക്കല്ല. ഫോൺ അവളുടെ കയ്യിലേക്ക് നീട്ടി. ഹോം സ്ക്രീനിൽ കിടക്കുന്ന തൻ്റെ ഫോട്ടോ കണ്ട് ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കിപ്പോയവൾ. എപ്പോഴോ താൻ അറിയാതെ എടുത്ത ഭംഗിയുള്ളൊരു ഫോട്ടോ. ഇത്രയും ഭംഗിയുണ്ടോ തനിക്ക്? ആദ്യമായി സ്വന്തം സൗന്ദര്യം അവൾ ശ്രദ്ധിച്ചു. മുഖമുയർത്തി നോക്കുമ്പോൾ ടേബിളിലേക്ക് പാതി കയറിയിരുന്ന് അവൻ നോക്കുന്നുണ്ട്. ഈ നോട്ടമാണ് സഹിക്കാൻ പറ്റാത്തത്. സാധാരണ നമ്മൾ നോക്കുമ്പോൾ നോട്ടം മാറ്റണ്ടേ? ഇത് ചൂളിപ്പോകുന്നത് പോലെ നോക്കുന്നു. സ്വയം പരിഭവിച്ചവൾ. ഭാവിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും വൈകി വിളിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവനെയും മുഖമുയർത്തി നോക്കും. കൈ രണ്ടും മാറിൽ പിണച്ചു കിട്ടി നിൽപ്പാണ്. എടുക്കുന്നില്ല. ഫോൺ തിരികെ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു. അവർ ഉറങ്ങിക്കാണും. തൻ്റെ വേദുവിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. കുറച്ച് ദിവസം ചെറിയ ബ്ലീഡിംഗ് ഉണ്ടാകും. അപ്പോൾ എങ്ങനാ? ഫോൺ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ച് തൊട്ടു മുന്നിൽ വന്നു നിന്നവൻ ചോദിക്കുമ്പോൾ വിഷമത്തോടെ അവനെ ഒന്ന് നോക്കി. അലക്സ് അവൾക്ക് മുന്നിലേക്ക് കവിൾ കാണിച്ചു. വേഗം താ. അലക്സ് ധൃതി കൂട്ടി. വേണ്ട. അവളുടെ ചെറു നിശ്വാസം കവിളിൽ തട്ടി. നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിലെടുത്ത് കവിളിൽ അമർത്തിയൊന്ന് മുത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകളിലും മെല്ലെ ചുംബിച്ചു. വൈക തറഞ്ഞു നിന്നുപോയി. വാ, വന്ന് കിടക്ക്. തോളിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അലക്സ് മുന്നോട്ട് നടക്കുമ്പോൾ വൈക പിന്നിലേക്ക് ബലം പിടിച്ചു. എനിക്ക് കിടക്കണ്ട. ചുണ്ടു കൂട്ടിപ്പിടിച്ച് അലക്സ് ചിരിയൊതുക്കി. ഒപ്പം അവളെ ഇരു കൈകളിലും കോരിയെടുത്തു. അവൻ്റെ നെഞ്ചിൽ ഇരു കൈകൾ കൊണ്ടും ആഞ്ഞടിച്ചുകൊണ്ടവൾ കുതറിക്കൊണ്ട് അലച്ചു തല്ലി കരഞ്ഞു. ദേ വൈക, നീ വാങ്ങിക്കും വെറുതെ കിടന്ന് കരഞ്ഞാൽ. എന്നെ വിട, എന്നെ തൊടണ്ട. അത് ശരി, കുറച്ചു മുന്നേ നീ തന്നെയല്ലേ പറഞ്ഞത് എന്നെ മുഴുവനായി അങ്ങെടുത്തോന്ന്? ബെഡിലേക്ക് കിടത്തി അവളെ അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. സമയാകുമ്പോൾ ഞാൻ എടുത്തോളാം. ഇപ്പോൾ കിടന്ന് ഉറങ്ങു വച്ചേ. അല്പനേരം കൂടെ ഉയർന്നു കേട്ട് അവളുടെ കരച്ചിൽ ചീളുകൾ അടങ്ങിയപ്പോൾ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തവൻ മെല്ലെ പറഞ്ഞു. അപ്പോഴും കുതറിക്കൊണ്ടിരുന്നു അവൾ. രാവിലെ വൈക കണ്ണു തുറക്കുമ്പോൾ അല്പസമയം വേണ്ടി വന്നു അവൾക്ക് താൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. ചാടി എഴുന്നേറ്റു. അലക്സ് അരികിലില്ല എന്ന ആശ്വാസത്തിൽ റൂം മുഴുവൻ കണ്ണുകളൊന്നും ഓടിച്ചു. വലിയൊരു റൂമാണ്. ഒത്ത നടുക്ക് കിടക്കുന്ന വലിയ കട്ടിലിലാണ് താൻ. പെട്ടെന്ന് പുതപ്പ് നീക്കി തന്നെ മൊത്തത്തിലൊന്ന് നോക്കി. അവനെന്തേലും ചെയ്തു കാണുമോന്ന്. ഇല്ല. എഴുന്നേറ്റപ്പോൾ കുളിരുന്നു. മൂത്രശങ്ക കാരണം എഴുന്നേറ്റ് വാഷ്റൂമിനരികിലേക്ക് ചെന്നു. വാഷ്റൂമിൽ അലക്സ് കാണുമോ എന്ന സംശയത്തിൽ കുറേ നേരം അവിടെ തന്നെ നിന്നു. അനക്കമൊന്നും കേൾക്കുന്നില്ലെന്നായപ്പോൾ ഡോറിൽ പതിയെ ഒന്ന് തട്ടി. ഹാൻഡിൽ മെല്ലെ തിരിച്ചു നോക്കി. അവനില്ല എന്ന ആശ്വാസത്തിൽ വേഗം വാഷ്റൂമിലേക്ക് കയറി. വേദുവിനോട് ബാവ 2-3 ദിവസം സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. ബാവ കോളേജിലേക്ക് ഇറങ്ങി. വൈകിട്ട് സൂപ്പർ മാർക്കറ്റിലും പോകണം. ഇന്നലെ അർജുൻ ചേട്ടൻ വിളിച്ചിരുന്നു. വല്ലപ്പോഴും വരാനാണേൽ ഇങ്ങോട്ടിനി തൊട്ട് നിന്നോട് വരണ്ടെന്ന് പറഞ്ഞേക്കാൻ. അല്ലെങ്കിൽ വേദുവിനൊപ്പം ഇരുന്നേനെ. മുന്നിലേക്ക് നോക്കിയ വാവ കാറിൽ ചാരി നിൽക്കുന്ന അലക്സിനെ കണ്ടപ്പോൾ ചെറുതായൊരു പകപ്പ് അവളിൽ ഉണ്ടായെങ്കിലും കടപ്പൽ അമർത്തി ഞെരിച്ചു. അവനെ മറികടന്ന് മുന്നോട്ടു പോകുമ്പോൾ പിന്നിൽ നിന്നും അവൻ്റെ വിളി അവളെ തേടിയെത്തിയിരുന്നു. ഭാവേ. അത്രയേറെ വാത്സല്യത്തോടെയുള്ള വിളി. രോക്ഷത്തോടെ തിരിഞ്ഞു നോക്കുന്നവളെ കണ്ട് ചിരിയോടെ മുഖമൊന്ന് വെട്ടിച്ചവൻ.